ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ എല്ലാവരും എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു സ്ലിറ്റഡ് ടോപ്പ് അല്ലേ? അതിനകത്ത് എന്താണ് ലൈനിങ് എല്ലാം ഇട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ടോപ്പ് തയ്ച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനെ കട്ടിങ് ഒക്കെ ചെയ്തു, അളവെടുത്തു, കട്ട് ചെയ്തു, എല്ലാം റെഡിയാക്കി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന് ചെറിയ ക്ലാസ് ആയിട്ട് അതായത് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം പറഞ്ഞു തന്നാൽ ലവൊക്കെ ഇവിടെ ലേസൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റിച്ച് ചെയ്തെല്ലാം രണ്ടെണ്ണം റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിൻ്റെ എന്താണ് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഞാൻ ക്ലാസ് 1 മുതൽ ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ക്ലാസ് 1 മുതലായിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം മുതലെല്ലാം അതൊന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി സ്ലിറ്റഡ് ടോപ്പിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഷോൾഡർ ഉണ്ട്, ഫിറ്റ് ചെയ്യണം. എന്താണ് തയ്യൽ തുമ്പ് കാണാതെ ഷോൾഡർ ഫിറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പിന്നെ സ്ലീവ് തയ്ക്കാൻ പഠിക്കണം. പിന്നെ എന്തുവാ നെക്ക് നല്ല രീതിയിൽ നമ്മളിവിടെ നെക്ക് എന്താണ് സീറ്റ് ഹാർട്ട് നെക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം അല്ലേ? നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തേലൊന്നും ഇപ്പം നമുക്ക് ശരിയായെന്ന് വരില്ല, അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ശരിയാവുന്നത്. അപ്പം നിങ്ങൾ ലൈനിങ് തുണിയിലാണല്ലോ കട്ട് ചെയ്യുന്നതൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ. നമുക്ക് കുറേ തവണ എന്ത് ചെയ്യാം, നമുക്കിത് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്കിതൊക്കെ പഠിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ പരമാവധി ക്ലാസ്സുകൾ ഞാൻ എന്താണ് മനസ്സിലാവുന്ന വിധത്തിൽ, എനിക്കറിയാവുന്ന വിധത്തിൽ, ഞാൻ വലിയ ടീച്ചറൊന്നും അല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ എന്താ, അപ്പം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങിൻ്റെ ഭാഗം ഫ്രണ്ട് പാർട്ടാണ് എടുക്കേണ്ടത്. അതിൻ്റെ ലൈനിങ്ങും ഉണ്ട്, മെയിൻ ക്ലോത്തും ഉണ്ട്. മെയിൻ ക്ലോത്ത് എടുത്തിട്ട് അതിനെന്താണ് നമ്മൾ ഈ ഷോൾഡർ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്, അതിന് നടുകേ നമ്മൾ എന്ത് ചെയ്യണം, മടക്കണം. കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് നടുക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഒരു കട്ടിട്ട് കൊടുക്കണം. അതെന്തിനാണെന്നോ, നമ്മൾ എത്ര ഇഞ്ച് അകലത്തിലാണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയെന്ന് നമുക്കറിയണ്ടേ. അതിന് വേണ്ടി നമ്മൾ നടുക്ക് ഒരു കട്ടിട്ട് കൊടുത്തു. ആ കട്ടിട്ട് കൊടുത്ത ശേഷം ഈ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നിവർത്തി വെക്കണം. അതിന് ശേഷം കണ്ട ഇവിടെയാണ് എന്തോ ഞാൻ കട്ടിട്ട് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്തോന്ന് മിഡിൽ ഭാഗം, അതായത് നടുക്ക് ഭാഗം. എന്നിട്ട് നമ്മൾ നെക്കിന് എത്ര അളവാണ് എടുത്തത്, 2.25 ഇഞ്ചാണ് അല്ലേ. ആ 2.25 ഇഞ്ച് ഈ മിഡിലിൽ നിന്ന് ഇവിടോട്ട് നമ്മൾ എന്തെങ്കിലും അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ എന്താണ് 2.25 ഇഞ്ച്, ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. കണ്ടല്ലോ, ഇവിടെയും ഇവിടെയും. ഈ ചോക്ക് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിന് ശേഷം ഈ ലൈനിങ് തുണി എടുത്തിട്ട്, ഇത് നല്ല ഭാഗമാണ്, ഈ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ് തുണിയുടെയും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഈ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തില്ലേ, അവിടെ വേണം നമ്മളിത് വെക്കാൻ. കണ്ടോ, ഇങ്ങനെ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇവിടെ നമ്മൾ പിൻ കുത്തി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ പിൻ കുത്തിയിട്ട് നിങ്ങളെ വിശദമായിട്ട് പറഞ്ഞു തരാം ഫ്രണ്ട്സ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, ആ മിഡിലിൽ നിന്നും 2.25 അവിടെ ഈ ഒരു ഭാഗം വെച്ച് അടുത്ത ഭാഗം അടയാളപ്പെടുത്തിയെടുത്ത് ഈ ഭാഗവും വെച്ച്, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ അടയാളത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളത് വരച്ചെടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ഇതിലെ കൂടെ തയ്ക്കാവും. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഇരിക്കണം. അറിയാലോ, ഇവിടെ ഒരു പോയിൻ്റൊക്കെ കറക്റ്റ് നമ്മളിപ്പോൾ വരച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത് വരുമ്പോൾ ശരിയായെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതിൽ കൂടെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അടിക്കണം കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തണം. അതിനുശേഷം എന്താ, നമ്മൾ ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത ശേഷം ഇവിടെ ചെറിയ കട്ടിട്ട് ഇങ്ങനെ കൊടുക്കണം. കട്ടിട്ട് കൊടുത്തിട്ട് എന്തിനാ, ഈ ഭാഗം അങ്ങ് തിരിച്ചെടുക്കണം. അതാണ് നമ്മളിനി ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാനത് ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. എല്ലാം കൂടി കാണിച്ചാൽ ഒരുപാട് ടൈം നമുക്കിതിന് വേണ്ടി പോകേണ്ടി വരും. നമുക്കിത് കഴിഞ്ഞിട്ട് വേറെ ഡ്രസ്സുകളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതല്ലേ. അപ്പം ഞാനിത് പറഞ്ഞത് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. ഈ ഭാഗത്തുകൂടി തയ്ച്ച് കൊണ്ടുവന്ന ശേഷം ഈ സൈഡിലൊക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കണം. അറിയാമല്ലോ, എന്നാലേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ ലൈനിങ്. തിരിച്ചെടുക്കുമ്പോൾ ഇതാണ് ഈ നല്ല ക്ലോത്ത് എന്തായിട്ട് മാറും, നല്ല സീറ്റ് ഹാർട്ട് നെക്കായിട്ട് മാറും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ നെക്ക് എന്ത് ചെയ്തു അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. കണ്ടോ, അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്കത് ഇതൊക്കെ പാടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡയമണ്ട് നെക്കാക്കിയാലും മതി അല്ലേ, കുറച്ചൊന്ന് എളുപ്പത്തിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്ത് പഠിക്കുന്നത്.
അപ്പോൾ എന്തിനാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മതി, ഡയമണ്ട് നെക്ക് നമ്മൾ അത് ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്താലും മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത്, ഇത് കട്ടാവരുത്, ഈ നല്ല തുണിയുടെ ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് എന്താ ഓരോ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനെന്ത് ചെയ്ത് ആ ഭാഗം എന്ത് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്ത് ഇവിടെയൊക്കെ എന്താണ് ഈ തയ്യലിൽ തട്ടാതെ വണ്ണം ഞാൻ ചെറിയ ചെറിയ കട്ടുകളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്കത് പോവും. കാരണം അതിൽ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒന്നേം തയ്ക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് ഇങ്ങനെ തിരിച്ചിടണം. കണ്ടോ, ലൈനിങ് തുണിയെ നമ്മൾ അകത്തേക്ക് തിരിച്ചിട്ടിട്ട് കണ്ടോ, ലൈനിങ് തുണി അകത്തേക്ക് തിരിച്ചിടണം. എന്നിട്ട് ഈ ഭാഗത്ത് നല്ല രീതിയിൽ എന്താ നമ്മളെ ഈ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ഈ ഭാഗത്ത് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ തള്ളി ഇങ്ങനെ 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 നീക്കിയെടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം. കണ്ടോ, അപ്പോഴാണ് നമുക്ക് എന്താ ഈ ഭാഗം നല്ലതായിട്ട് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അതിനെ ഒന്ന് നല്ല പെൻസിലോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഒരു കർവില്ലേ നമ്മൾ ചെയ്തേ, ആ കർവ് നമ്മൾ കൊണ്ടുവരാൻ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് തേച്ചൊക്കെ എടുക്കാം. അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒരു അടി അടിച്ചിട്ട് വേണമെങ്കിൽ അത് കൊണ്ടുവരാം. ഞാൻ ഇപ്പം ജസ്റ്റ് ഇത് നിങ്ങൾക്കത് കാണിച്ചു ഉണ്ടോ, ഉണ്ടോ, ഇപ്പോൾ ചെറുതായിട്ടൊരു രൂപം തെളിഞ്ഞ് വരുന്നുണ്ടോ. ഇനി എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നീക്കി എടുക്കണം. ഉണ്ടോ, ഉണ്ടോ, ഇവിടെയും കൂടെ ഒന്ന് ശരിയാക്കി നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സ്വീറ്റ് ഹാർട്ട് നെക്ക് ഇവിടെ റെഡിയാണ്. ഞാൻ അത് ശരിയാക്കി, ചെറിയ സ്ക്രൂ ഡ്രൈവർ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ശരിയാക്കാം. ഇതിന് ഹോള് വീഴാത്തത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം കേട്ടോ. ഐഡിയാസ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ടോ. പക്ഷെ എനിക്ക് തോന്നിയത് ക്യാൻവാസ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേം കുറച്ചും കൂടെ നല്ല സൂപ്പറായിരുന്നേനെ. ഇത് ലൈനിങ് ഇട്ടതൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല കണ്ടോ. അതിന് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാൻവാസ് ഇട്ടാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം ആ ലെവലിൽ നമുക്കത് കിട്ടും. പക്ഷെ ലൈനിങ് ഇട്ട് തയ്ച്ച് വരുമ്പോൾ അതിന് അത്ര കട്ടി കുറവല്ലേ. അപ്പോൾ നമ്മൾ എന്നാലും കുഴപ്പമില്ല, ഇവിടെ കുറച്ചുകൂടി കർവ് പോലെ കിട്ടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇനി അടുത്ത ശരിയാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, അത് ഈസി ആണെന്ന് തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എത്ര ടഫാണെന്ന് കേട്ടോ. നല്ല നല്ല സൂപ്പർ ഒരു നെക്ക് നമുക്കിവിടെ കിട്ടിയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങും അകമൊക്കെ നല്ല രീതിയിൽ കിട്ടി. ലൈനിങ്ങും ഈ ബാക്കി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ചേർത്ത് ഈ നല്ല ക്ലോത്തുമായിട്ട് ചേർത്ത് അടിച്ചടിച്ചടിച്ച് നമ്മൾ കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. ഇതിന് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മളൊന്ന് മടക്കി ഇതിനകത്തേക്കൊന്ന് അടിച്ച് വെക്കണം കേട്ടോ. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് അകത്തോട്ട് അടിച്ച് വെക്കണം. എന്നിട്ട് ഈ ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചേർത്ത് അടിച്ച് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞ് ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഷോൾഡർ എന്ത് ചെയ്യത്തില്ല, തമ്മിലൊരിക്കലും ചേർത്തടിക്കത്തില്ല കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്തു, ലൈനിങ് ക്ലോത്തുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. ഇത് ഫുൾ എന്ത് ചെയ്തു, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് ഈ ലൈനിങ്ങിൻ്റെ അടിഭാഗമൊക്കെ എന്ത് ചെയ്യുന്നു, മടക്കി പുറത്തോട്ടല്ല അകത്തേക്ക് അടിച്ചു വയ്ക്കണം കേട്ടോ. അപ്പം എന്ത് ചെയ്താൽ യാതൊരു കുഴപ്പമില്ലാതിരിക്കും കണ്ടല്ലോ. ഫ്രണ്ടിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബാക്ക് പാർട്ട് എടുക്കുന്നു. പിന്നെ ഇതിലെല്ലാവർക്കും ഒരു പാടുള്ള കാര്യമാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ. സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി അടിക്കുന്നത് ഞാനൊരു രീതി ചെയ്യുമ്പോൾ അതെനിക്ക് ഇത്തിരി എളുപ്പമായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പം ഞാൻ ആ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ട് മാറ്റി സ്ലീവും മാറ്റി. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്, ബാക്ക് പാർട്ട് എടുത്തു. ബാക്ക് പാർട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ മിഡിൽ ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എത്ര ആണ് നെക്ക് വെച്ചതെന്ന് നമുക്കറിയാമല്ലോ, 2.25 ഇഞ്ച് അളവല്ലേ. അപ്പോൾ ആ നല്ല ഭാഗം എടുത്തിട്ട് നല്ല ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, ഈ മിഡിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ മടങ്ങിയിരിക്കും ഈ ക്ലോത്ത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തേച്ചൊക്കെ എടുക്കുമ്പോൾ ശരിയാവത്തുള്ളൂ. ഫുള്ള് മടങ്ങിപ്പോയി. അവിടെ നിന്ന് നമ്മളെന്താ 2.25 അല്ലേ, നമ്മൾ അതിൻ്റെ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ ഒരു ലൈൻ, ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെയും 2.25 ലൈൻ ഉണ്ടോ, 2.25
2.25. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പോലെ എന്ത് ചെയ്യണം, ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് നമ്മൾ കട്ടൊക്കെ ചെയ്ത് വെച്ചില്ലേ, ആ ഭാഗം എടുത്തിട്ട് അത് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ആ 2 ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് പിന്ന് കുത്തണം. പിന്ന് കുത്തിയിട്ട് എന്താ, നമ്മൾ 1/4 ഇഞ്ച് അളവിൽ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, അതുപോലെ തയ്ച്ചിട്ട് കട്ടിട്ട് എന്ത് ചെയ്യണം, മറിച്ചെടുക്കണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, ഷോൾഡർ കൂട്ടി തയ്ക്കരുത്. അവിടെയാണ് നമ്മളെന്ത് ഷോൾഡർ അടിക്കുമ്പോൾ എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് കാണാത്ത വിധം ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അത് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പോകണം. അപ്പം ഞാനിനി ഇതിനെ ഇങ്ങനെ തയ്ച്ച് മറിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ട് പോലെ എന്ത് ചെയ്തു, സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തില്ല, ഷോൾഡറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്തടിച്ചില്ല. നമുക്ക് 2ആയിട്ടിരിക്കണം. കാരണം എന്താണ്, നമുക്ക് ഇത് ലൈൻ ഫ്രണ്ട് പാർട്ട് ഇതിനകത്ത് കയറ്റി എന്തിനാ, ഫിറ്റ് ചെയ്യാൻ വേണ്ടി, ഷോൾഡർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അതിന് ഞാൻ എന്ത് ചെയ്തില്ല, അത് ചെയ്തില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് എന്ത് ചെയ്യണം, എടുത്ത് വെക്കണം. കണ്ടോ, ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നു. വെച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഭാഗം ഉണ്ടല്ലോ, ഈ നല്ല തുണിയുടെ ഭാഗത്തേക്ക് ഈ ഭാഗം ഇങ്ങനെ കൊണ്ട് ചേർത്ത് വെക്കണം. ഞാൻ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിന് സമയത്ത് ഞാൻ കാണിച്ചായിരുന്നു, കാണാത്തവരൊന്നും കൂടി കണ്ടോണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഭാഗം ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഈ ഭാഗവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 4 ഇങ്ങനെ ചേർത്ത് പിടിക്കണം. കണ്ടോ, ഇങ്ങനെ ചേർത്ത് പിടിച്ച ശേഷം നമുക്ക് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ മറ്റേ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്, അതുപോലെ നിങ്ങളത് ചെയ്യണം.